ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് അറിയാലോ? നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഡ്രൈ ഹെയർ പല ആളുകളുടെയും പ്രശ്നമാണ് ഡ്രൈ ഹെയർ എന്ന് പറയുന്നത്. ഡ്രൈ ഹെയർ മാറാൻ വേണ്ടിയിട്ട്, മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുടിക്ക് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് മക്കളെ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള, നമുക്ക് നല്ല രീതിയിൽ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മിക്സാണിത്. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതെന്താണെന്നൊന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുക്കുന്നത് തൈരാണ് കേട്ടോ. നോർമൽ തൈരില്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരോ അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുമല്ലോ, അതോ മതി. അപ്പോൾ നമുക്ക് ഹെയർ എത്ര ഉണ്ടോ സ്കാൽപ്പിലേക്കും കംപ്ലീറ്റ് ഹെയറിലേക്കും തുഞ്ചം വരെ നമുക്ക് തേക്കണം. തേച്ചതൊന്ന് ജസ്റ്റ് പിടിപ്പിച്ച് വെക്കണം കേട്ടോ തലയിൽ. അപ്പോൾ എത്രത്തോളം വേണോ അത്രത്തോളം തൈര് നിങ്ങൾ എടുക്കുക. നമ്മുടെ ഹെയറിനനുസരിച്ച് നന്നായിട്ട് തന്നെ തൈര് എടുക്കുക കേട്ടോ. തൈരാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത്. തൈരിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാലോ, ഞാൻ ഇനി അത് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പുറമേ എന്താ പറയുക, പുറമേ ഉപയോഗിക്കാനൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് തൈര്. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് തൈര്. പിന്നെ അതേപോലെ രണ്ടാമതായിട്ട് എടുക്കുന്നത് നമ്മുടെ തേനാണ് കേട്ടോ. തേൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും അറിയാലോ. നമ്മുടെ ഹെയറിനാണെങ്കിലും അതേപോലെ സ്കിന്നിലാണെങ്കിലും ഒക്കെ നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ തൈരിനും ഹൈഡ്രേഷൻ കൊടുക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ തേനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തൈര് അലർജി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിത് ചെയ്യണ്ട. ഓക്കെ, ചെയ്യണ്ട കേട്ടോ, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെയറിൻ്റെ തുഞ്ചം വരെ ഞാൻ നന്നായിട്ട് ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി തലയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൈര് അലർജി ആയിട്ടുള്ള ആളുകൾ ഈ ഒരു സംഭവം ചെയ്യേ വേണ്ട. നമുക്കറിയാലോ നമ്മുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, നമുക്കത് പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് സ്കിന്നിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട്, നെയിൽസ് യൂസ് ചെയ്യാതെ ഫിംഗേഴ്സിൽ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് അറിയുണ്ടാകും. ഫിംഗേഴ്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെയറിൻ്റെ എല്ലാ ഭാഗത്തും തുഞ്ചം വരെ ഞാൻ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ താരൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് തൈര് വളരെയധികം നല്ലതാണ്. തൈരിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. അത് നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോഴും നമ്മുടെ വയറിൻ്റെ ശുദ്ധിക്ക് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ ഇതേപോലെ സ്കാൽപ്പിൽ നമ്മുടെ ഫേസിലൊക്കെ ഇടുന്നതിലൂടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ താരൻ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു തൈര് വളരെയധികം നല്ലതാണ് കേട്ടോ. ഈ എന്താ പറയുക, ആൻറ്റി ഫംഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. തൈരിൽ കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയുണ്ടാകും എല്ലാവർക്കും. തേനിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും എല്ലാവർക്കും അറിയുണ്ടാകും അല്ലേ. തേൻ വളരെയധികം നല്ലതാണ്, നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും പുറമേ യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മിക്സ് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹെയറിൻ്റെ തുജ്ജ വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് നേരം 5 മിനിറ്റ് വെച്ചാൽ മതി. ഇനി തലയിൽ വെച്ചിട്ട് എന്തെങ്കിലും നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരുപാട് നേരം വെക്കണ്ട. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഇതേപോലെ തുഞ്ചം വരെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ എൻ്റെ 2 ഭാഗത്തും ഹെയർ ഇതേപോലെ കുറേശ്ശെ എടുത്തിട്ട് സ്കാൽപ്പിലും അതേപോലെ തന്നെ റൂട്ടിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഹെയറിൻ്റെ തുഞ്ചം വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ പുറകിലൊരു കാല് കണ്ടോ, അത് ആദ്യമോനാണ് കേട്ടോ. അവനെ എണീറ്റിട്ടില്ല. രാവിലെ എണീറ്റ് വന്ന് ഇന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ചായ കുടിച്ചിട്ട് പോലും ഇല്ല. രാവിലെ കുളിക്കണം എന്നുള്ളതിന് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ നേരത്തെ കാലത്തെ എണീറ്റിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് കുളിച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഈ ഒരു വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ തന്നെ എന്താ പറയുക ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ എന്താ പറയുക ആ വീഡിയോൻ്റെ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഇതൊക്കെ ഞാൻ മെല്ലെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് മെല്ലെ ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ എന്താ പറയുക ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നും. ഞാനതങ്ങനെ വീഡിയോ ഫാസ്റ്റാക്കിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. വളരെ സ്ലോ ആയിട്ട് വേണം ഈ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ബാക്കി വന്നത് എല്ലാം കൂടെ ഇതേപോലെ ഹെയറിൽ നന്നായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ തലയിൽ തേക്കാതെയാണ് കേട്ടോ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ മുടി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹെയറിൽ ചെറുതായിട്ട് എന്താ പറയുക ആ ഒരു എന്താ പറയുക ഹൈഡ്രേഷൻ ഉണ്ടാകും കേട്ടോ. മുടി ഇങ്ങനെ പാറി നിൽക്കൊന്നുമില്ല. നല്ലൊരു ഹൈഡ്രേഷൻ ഉണ്ടാകും. ഡ്രൈ ഹെയർ ഒന്ന് മാറിയ ഒരു ഫീല് നമുക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാകും കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയറാണിത്. നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. എന്നാലും നമുക്ക് അത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ തൊടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. ആ ഒരു പാറി നിന്നിട്ടുള്ള ആ ഡ്രൈനെസ് ഒക്കെ ഹെയറിൻ്റെ മാറിയിട്ട് നല്ലൊരു ഹൈഡ്രേഷൻ ഉള്ളത് പോലെയാണ് ഹെയർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.